ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ കറി തയ്യാറാക്കിയാലോ. മഷ്റൂം കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ 200 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. ഈ ടൈപ്പിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പിലുള്ള മഷ്റൂം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ 2-3 തവണ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു പഴുത്ത തക്കാളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ 1-2 എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടില്ല. 2-3 തവണ നല്ലതുപോലെ കഴുകി ഞാൻ മഷ്റൂം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണോ എടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളിയും അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ മൊത്തത്തിൽ 1 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കഴുകി എടുത്തിട്ടുള്ള മഷ്റൂം ചേർക്കാം. മഷ്റൂം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുതേ. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂമിന് അധികം വേവൊന്നുമില്ല കേട്ടോ. ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് 1/2 കപ്പ് പശുവും പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ള പശുവും പാലാണ്. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം. പശുവും പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചെടുക്കുന്ന സമയത്ത് നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മഷ്റൂം കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.